അഭിമന്യുവിനെ പോലെ ധനരാജിനെ പോലുള്ള രക്തസാക്ഷികളോട് അവർക്ക് പുച്ഛമാണ്. രക്തസാക്ഷികൾ അവർക്ക് വിൽപ്പന ചരക്കാണ്, കമ്മോഡിറ്റിയാണ്. അതായത് ഒരു 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 ഉൽപ്പന്നമാണത്. അതവർ വിറ്റ് പൈസയാക്കുകയാണ്, അഭിമന്യുവിനെ വിൽക്കുകയാണ്. അഭിമന്യുവിന്റെ നെഞ്ചിലേക്ക് കടാര കുത്തി ഇറക്കിയത് SDP കാരാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ടുകാരാണെങ്കിൽ അഭിമന്യുവിന്റെ കുഴിമാടം കുത്തി തുറന്നുകൊണ്ട്, കുഴിമാടം മാന്തിക്കൊണ്ട് ആ മരിച്ചു കിടക്കുന്ന അഭിമന്യുവിന്റെ മാറിലേക്ക് വീണ്ടും കടാര ഇറക്കുന്നത് CPM-കാരെ നിങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് ജയിക്കണം അല്ലേ? ഒരു സഖാവിന്റെ ഹൃദയത്തിലേക്ക് കത്തിയാഴ്ത്തിയിറക്കിയ മതവെറിയന്മാരുടെ, മതഭീകരന്റെ വോട്ട് നിങ്ങൾക്ക് വേണം. ഉളുപ്പുണ്ടോ വിജയ? ഉളുപ്പുണ്ടോ റിയാസെ? നീയൊക്കെ ജയിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ ഈ രക്തസാക്ഷികളുടെ ചോലയുടെ ചുവപ്പായിരിക്കും കേട്ടോ. ഒറ്റിക്കൊടുത്തതിന്റെ ജീർണിച്ച മണമായിരിക്കും കേട്ടോ. ഓർക്കണം നിങ്ങൾ. ഈ 9-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണ സഖാക്കൾ ഓർമ്മിക്കണം. ഐസിസ് പോലുള്ള അല്ലെ, ഐസിസ് പോലെ അന്താരാഷ്ട്ര തലത്ത് ഇസ്ലാമിക ഭീകരത നടത്തുന്ന അതിന് സമാനമായ സംഘടനയാണ് SDPI എന്ന് പറഞ്ഞത് BJP-കാരല്ല, RSS-കാരല്ല, കോൺഗ്രസ്സുകാരല്ല, കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ആ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കോടിയേരി ബാലകൃഷ്ണൻ വളരെ കൃത്യമായി പറഞ്ഞു, SDPI എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ISIS-ന് തുല്യമായ സംഘടനയാണ്. ഏറ്റവും വെറുക്കപ്പെടേണ്ട, ഏറ്റവും അപലപിക്കേണ്ട, ഏറ്റവും അധികം എതിർക്കപ്പെടേണ്ട സംഘടനയാണ് SDPI എന്ന് പറഞ്ഞത് ആരാണ്? കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണനെ പിണറായി വിജയന് അറിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം പിണറായി വിജയന് ഇഷ്ടമില്ലാത്തവരെ ഒന്നും പിണറായി വിജയൻ പിന്നെ ഓർക്കാറില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ആ ശവസംസ്കാര ചടങ്ങിനിടയിൽ പോലും ധൃതി പിടിച്ച് നടത്തിയ ആ ചടങ്ങ്, അതിനുശേഷം പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും വിദേശ എന്താ പറയാ പര്യടനങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതും നമ്മൾ ലജ്ജിച്ചതും ഒക്കെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വർഗീയത കളിക്കുന്ന CPM, ഞങ്ങൾ മതേതരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച UDF-നെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന CPM, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് വർഷങ്ങളോളം CPM-ന് കൂടെയായിരുന്നു. അപ്പോഴൊക്കെ നല്ലവരാണ്, അപ്പോഴൊക്കെ അവര് ഭയങ്കര മതേതരന്മാരാണ്. പക്ഷെ അവര് UDF-ന് പിന്തുണ നൽകിയതോടുകൂടി അവര് മതഭീകരരാണ്, UDF അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ SDPI അതിനേക്കാളും മൂത്ത മതഭീകരരായ മുൻ പാർട്ടി സെക്രട്ടറി തന്നെ ISIS-ന് സമാനമായ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരരാണ് SDPI എന്ന് പറഞ്ഞ ആ SDPക്കാരുടെ വോട്ട് തങ്ങൾക്ക് വേണം. നേമത്ത് ശിവൻകുട്ടി നേരിട്ട് ആവശ്യപ്പെട്ടതാണ് SDPക്കാരോട്. അക്കാര്യം SDPIയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ വൈസ് പ്രസിഡന്റും വളരെ കൃത്യമായി കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ്. ശിവൻകുട്ടി ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ ഇതാ നേമത്ത് ശിവൻകുട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. മാത്രമല്ല, ഇത് ശിവൻകുട്ടി മാത്രമല്ല കേട്ടോ, ശിവൻകുട്ടിയേക്കാൾ അപ്പുറത്ത് ക്യാപ്റ്റനാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം ഇവിടെ SDPIയുടെ പിന്തുണ തേടിയത്, പിന്തുണ ആവശ്യപ്പെട്ടത്, അതിന് പകരം SDPIക്കാർക്ക് ഏറ്റവും വലിയൊരു ഫേവർ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞത് ക്യാപ്റ്റൻ തന്നെയാണ്. അതിനുള്ള നിരവധി തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ, CPI അല്പമെങ്കിലും കമ്മ്യൂണിസം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് CPIക്കാർ കേട്ടോ. അതിൽ പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ CPIയുടെ സെക്രട്ടറി ആരാണ്? നമ്മുടെ ബിനോയ് വിശ്വം പറഞ്ഞതാണ്, SDPI മതഭീകര സംഘടനയാണ്, SDPIയുടെ വോട്ട് വേണ്ട. പിണറായി വിജയൻ കണ്ണുരുട്ടി. ബിനോയ് വിശ്വം പതിവ് പോലെ പെടുത്തു, നിക്കറിൽ മുണ്ടിൽ മുള്ളി. ഉടൻ പറഞ്ഞു, SDPക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണം. കാരണം അതിനൊരു താത്വികമായ ഒരു അവലോകനവും നടത്തി. അതായത് SDPI എന്ന് പറയുന്നത് BJP-ക്കെതിരാണ്, RSS-നെതിരാണ്. RSS-നും BJP-ക്കും എതിരായതാണ് അവരുടെ വോട്ട്. അതായത് SDPI വോട്ട് ചെയ്യുന്നത് ആർക്കെതിരെയാണ്? BJP-ക്കും RSS-നും എതിരെയാണ്. അപ്പൊ BJP-യും RSS-നെയുമാണ് നമ്മൾ എതിർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട്, SDPIയുടെ വോട്ട് നമുക്കാവാം. പിണറായി വിജയന്റെ കണ്ണുരുട്ടലിന് മുന്നിൽ
പത്തി മടക്കിയ ബിനോയ് വിശ്വം. അപ്പോൾ കൃത്യമായി പിണറായി വിജയന്റെ നിർദ്ദേശമുണ്ട്. ഇവർ തമ്മിലുള്ള ഡീൽ, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ഡീൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മതഭീകരരായ എസ് ഡി പി ഐയും CPM തമ്മിലുള്ള ഡീലാണ്.